Hello students, welcome to Easy Learning with സുവിധ. ഹലോ സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ സ്വപ്നച്ചിറകിൽ എന്ന പാഠഭാഗത്തിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെയും കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപായി ഈ പാഠഭാഗത്തിലേക്ക് ഒരു പ്രവേശവും കൊടുത്തിട്ടുണ്ട്. ആയുധങ്ങൾക്ക് തോൽപ്പിക്കാനാവാത്ത ആത്മബലം, ജീവിതത്തിൻ്റെ അക്ഷരത്തിളക്കം എന്നതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആയുധങ്ങൾക്ക് പോലും തോൽപ്പിക്കാനാവാത്തത് എന്താണ്? അക്ഷരത്തിൻ്റെ തിളക്കമാണ്, നമ്മുടെ അറിവാണ് ഏറ്റവും വലിയ ആയുധമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആയുധങ്ങൾക്ക് പോലും തോൽപ്പിക്കാനാവാത്ത ആത്മബലം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? നമ്മുടെ ജീവിതത്തിൽ അക്ഷരങ്ങളിൽ നിന്നും നമ്മുടെ അറിവിൽ നിന്നും നമ്മൾ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ ധനമായിട്ടുള്ള അറിവിൽ നിന്നും നമുക്ക് ലഭിക്കും എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പാഠഭാഗം മലാല യൂസഫ്സായിയുടെ ഒരു പ്രസംഗ ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മലാല താഴ്വരയിലെ ഹുക്കൽമായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗ ഭാഗമാണ്. ഈ ഒരു പ്രസംഗ ഭാഗങ്ങളിൽ നിന്നിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗം വിവർത്തനം ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പാഠഭാഗം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ആദ്യം നമുക്ക് പാഠഭാഗം വായിക്കാം, അതിനുശേഷം കൃത്യമായിട്ടുള്ള ആശയം അല്ലെങ്കിൽ ആസ്വാദനം നമുക്ക് നോക്കാം. സ്വപ്നച്ചിറകിൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മലാല ദിനം എൻ്റെ ദിനമല്ല. ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ കുട്ടികളുടെയും ദിവസമാണ് ഇന്ന്. സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. അത് നേടിയെടുക്കാൻ വേണ്ടി പോരാടുന്ന ഒരുപാട് പേരുണ്ട് ലോകമാകെ. ഞാൻ അവരിൽ ഒരാൾ മാത്രമാണ്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെ ആക്രമിക്കപ്പെട്ട എന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയാണ്. സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള ജീവിതവും വിദ്യാഭ്യാസവും സമനീതിയും അവർക്കും അർഹതപ്പെട്ടതാണ്. ആ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, 2012 ഒക്ടോബർ 9 താലിബാൻ സൈനികർ എൻ്റെ ശിരസിലേക്ക് വെടിയുതിർത്തു. എൻ്റെ കൂട്ടുകാരെയും അവർ വെടിവെച്ചു. വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവണം. പക്ഷേ അവർ പരാജയപ്പെട്ടു. നിശബ്ദതയല്ല, 1000 ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർത്തു വന്നത്. വെടിയുണ്ടകളിലൂടെ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്നും സ്വപ്നങ്ങൾ തകർത്തു കളയാമെന്നും അവർ കരുതി. അവർക്ക് തെറ്റി. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരേയൊരു മാറ്റം ഇതാണ്. ഭയത്തിനും നിരാശയ്ക്കും പകരം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും എന്നിൽ തളിർത്തിരിക്കുന്നു. അതെ, ഞാൻ പഴയ അതേ മലാലയാണ്. എൻ്റെ സ്വപ്നങ്ങൾ മുമ്പത്തേത് തന്നെയാണ്. ലോകത്തെ നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ മുൻഗണനകൾ മാറ്റി നിർണയിക്കുക. സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളുടെ നയങ്ങൾ തിരുത്തുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളാകട്ടെ നിങ്ങളുടെ ആലോചനകളുടെ മുഖ്യ വിഷയം. അത് ഉൾപ്പെടുത്താത്ത ഒന്നും ഇനി സ്വീകാര്യമല്ല. എല്ലാ ലോകരാജ്യങ്ങളോടും ഞങ്ങൾ പറയട്ടെ: സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും ഉറപ്പുവരുത്തുക. വേദനകളിലേക്കും മുറിവുകളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക. ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. ലോകത്തിലെ എല്ലാ മതങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു: ജാതിയുടെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെതുമായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുക. സ്ത്രീകൾക്കും ലഭിക്കട്ടെ തുല്യ അവസരവും തുല്യനീതിയും. കൂട്ടുകാരെ, ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം, അറിവും സമാധാനവും വേണം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്താം. നമ്മുടെ വാക്കുകളുടെ ശക്തിയിൽ വിശ്വാസമർപ്പിക്കാം. ഒരുമിച്ചുള്ള നമ്മുടെ ശബ്ദം ലോകത്തെ മാറ്റിമറിക്കും. അറിവ് കൊണ്ട് നമുക്ക് സ്വയം സജ്ജമാക്കാം. സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാവാം. നമ്മളെ തടയാൻ ആർക്കുമാവില്ല. മലാല താഴ്വരയിലെ ഹുൽമക്കായി. വിവർത്തനം ഡോക്ടർ ശുഭ.